ഹേ എവരിബഡി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദി ഹോണ്ട CB200X എന്ന മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CB200X എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ഒരു ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പോട് കൂടി ഒരു അപ്രൈറ്റ് പൊസിഷനിൽ സീറ്റിംഗ് പോസ്റ്ററോട് കൂടി വരുന്ന ഒരു ബൈക്കാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോണറ്റ് 2.0 തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറർ എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസൈനിലേക്ക് വണ്ടീനെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു 200X എന്ന വണ്ടിയാണ്. മാത്രമല്ല, ഹോണറ്റ് 2.0യിൽ വന്നിട്ടുള്ള സെയിം ചേഞ്ച്, അതായത് സ്ലിപ്പർ ക്ലച്ച് ഈ വണ്ടിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ട് ഈ വണ്ടീനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഹോണറ്റ് 2.0 കണ്ടിട്ടുള്ള സെയിം LED ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. വലിയൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഷീൽഡ് തന്നെ വണ്ടിക്ക് ഒരു വലിയൊരു മാസീവ് ലുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ കൊടുക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് അടിയിലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമ്മുടെ ഹാൻഡ് ഗാർഡിൻ്റെ സൈഡിലായിട്ടാണ്. അതും ഒരു പ്രീമിയം ഒരു ടച്ചായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മിറേഴ്സ് പിന്നെ ഹോണ്ടയുടെ സ്കൂട്ടേഴ്സിലും അതേപോലെ തന്നെ ഹോണറ്റിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള അതേ ഷേപ്പിലുള്ള ഒരു റിയർ വ്യൂ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഗോൾഡൻ കളർ ഷോയുടെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്സൈഡ് ഡൗൺ ഫോർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മഡ് ഗാർഡിൽ ഹോണറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു കളറും അതേപോലെ തന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയംനെസ്സും കൊടുക്കുന്നുണ്ട്, ഒരു മാസീവായിട്ടുള്ളൊരു ഫീൽ കൊടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ മഡ് ഗാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വണ്ടി എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 272 mm നിസിൻ കാലിപ്പേഴ്സോടുകൂടി വരുന്ന സിംഗിൾ ചാനൽ ABS ഉള്ള ഒരു വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അലോയ് വീൽസ് കാണാം. അതിൽ കിടക്കുന്നത് 110 സെഷൻ്റെ ടയറാണ്. 110 70 17 വരുന്ന MRFൻ്റെ സാപ്പർ സീരീസ് ടയേഴ്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന അല്ലെങ്കിൽ സെമി ഓഫ് റോഡോ ഓൺ റോഡോ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഗ്രിപ്പൊക്കെയാണ് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും നമുക്കൊരു ടൂറർ വണ്ടിയുടെ ഒക്കെ ഒരു ഫീല് ആ ഒരു ടയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ 200 എന്നുള്ള വലിയൊരു സ്റ്റിക്കറിയും നമുക്ക് കാണാം. അതിനടിയിലായിട്ടൊരു ഗ്രേ പാർട്ടിലാണ് ഹോണ്ടയുടെ 3D എംബ്ലം വന്നിട്ടുള്ളത്. ഒരു 3 കളർ കോമ്പിനേഷനാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നൊരു ബ്ലാക്ക്, ഗ്രേ, റെഡ്, അതിൻ്റെ ഒപ്പം ഒരു വൈറ്റ് കളറിലുള്ള സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വണ്ടിയുടെ ഈ റെഡ് കളർ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ടാങ്ക് കാണാം. 12 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്ക് തന്നെയാണ്. അതിൻ്റെ ഷേപ്പിൽ ഹോണറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹോണറ്റാണ്. അപ്പോൾ ഇതിന് ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഹോണറ്റിൽ നിന്നുള്ള സെയിം ടാങ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പുറമെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഷോൾഡർ ലൈനും അതേപോലെ അത്യാവശ്യം എഡ്ജി ഡിസൈനുള്ള ഒരു ടാങ്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഫൈബർ പോർഷനാണ്. സെൻറ്റർ പോർഷനിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വശവും നടുക്കായിട്ട് നമുക്ക് ഫ്യൂവൽ ലിഡും ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇഗ്നീഷൻ്റെ സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ടെങ്കിലും ഇത് പ്ലാസ്റ്റിക് ആണ്. ആക്ച്വലി വലിയതായിട്ടുള്ള ഗ്രിപ്പ് ഒന്നും തരുന്നില്ല, പക്ഷേ ലുക്സ് വൈസ് അത് അടിപൊളിയാണ്. സൈഡിലേക്ക് വരുമ്പോൾ CB200X എന്നുള്ള ഒരു ലോഗോ കാണാം. സൈഡിൽ നിന്ന് വണ്ടിയുടെ കളറോട് കൂടാണ്ട് പിന്നെ ഇത് സ്പാർക്ക് പ്ലഗിൻ്റെ വശത്ത് നമുക്ക് റെഡ് കളർ പ്ലഗ് കാണാം. അതും ഒരു അടിപൊളി ഒരു ലുക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സൈഡിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ബോഡി കളർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്, റെഡ് ആയിട്ട്. നമ്മൾ ഹോണറ്റിൽ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെ സീറ്റാണ് വരുന്നത്, സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിൽ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്. മാത്രമല്ല പില്ലിയാണ്, ഇനിയിപ്പോൾ ലഗേജ് വെക്കാനാണെങ്കിലും ഒരാൾ ഇരുത്താനാണെങ്കിലും അത്ര വൈഡ് അല്ലാത്തൊരു സീറ്റാണ് കമ്പനി ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എഞ്ചിൻ കൗള് കാണാൻ സാധിക്കും. അത്യാവശ്യം വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കേസിങ്ങും കാര്യങ്ങൾ കാണാം. ഇനി എക്സോസ്റ്റിൻ്റെ വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാറ്റലറ്റിക് കൺവേർട്ടർ വരുന്നത് എഞ്ചിൻ്റെ അടിവശത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മഫ്ലർ നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കും. ഫൂട്ട് റെസ്റ്റ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതിന് പാഡ് കൊടുത്തിട്ടുണ്ട്. ഹോണറ്റിൽ കണ്ടുള്ള സെയിം ബ്രേക്ക് ലിവർ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഒരു സീറ്റിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ സീറ്റിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ വശത്ത് കണ്ടാൽ അറിയുമെന്ന് അറിയില്ല. മുട്ട് ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നടു നിവർത്തിയിരുന്ന് ടൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ബോക്സി സ്വിംഗ് ആം നമുക്കിവിടെ കാണാം. ഫ്രെയിമിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പില്ലിയൻ ഫുഡ് പെഗ് നമുക്കിവിടെ കാണാം. അതിലൊരു സ്റ്റീലിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ 220 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് നിസിൻ കാലിപ്പേഴ്സ് കാണാം. റെഡ് കളർ സ്പ്രിങ്ങോട് കൂടി വരുന്ന മോണോ സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. 140 സെഷൻ ടയേഴ്സാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതും ഫ്രണ്ടിനേക്കാളും കട്ട കൂടുതൽ
നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ ഒരു ടൂററിൻ്റെ എല്ലാ ഫീലും ടയേഴ്സിൻ്റെ വശത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ടെയിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റിൽ ഇത് ഹോണറ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് വരുന്നത്. എക്സ് ടൈപ്പ് ടെയിൽ ലൈറ്റും LED ഇൻഡിക്കേറ്ററും സെയിം മഡ് ഗാർഡ്, അതേപോലെ നമ്പർ പ്ലേറ്റ് ഹോൾഡറിൻ്റെ പ്ലേസിംഗ് ഒക്കെ സെയിം തന്നെയാണ്. EVM ആണ് നമുക്ക് വണ്ടിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സാരി ഗാർഡ് കാണാം, പക്ഷേ ലേഡീസിന് കാല് വയ്ക്കാനുള്ള ഫുഡ് റെസ്റ്റ് അതിലില്ല. സെൻറ്റർ സ്റ്റാൻഡും അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡും കാണാം. സിംഗിൾ ലിവർ ഗിയർ ലിവറാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓവറോളായിട്ട് വണ്ടിക്ക് ചുറ്റും നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് വണ്ടിയുടെ ഹാൻഡിലും അതേപോലെ തന്നെ മീറ്ററാണ്. ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സീറ്റിംഗ് പോസ്റ്റർ അപ്രൈറ്റ് പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടു നിവർത്തി ടൂറൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഗ്ലാസ്സിൽ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ശീലിച്ച അതേ ഗ്ലാസ് തന്നെയാണ്. ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ റൈഡറുടെ വശത്തേക്ക്, ഇത് ഈ വശം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കണ്ടില്ലേ, കുറച്ച് ടോളായിട്ടുള്ള നിൽക്കുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഹാൻഡിൽ വരുന്നതോടുകൂടി തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ടൂർ ഓടിക്കുന്ന അതേ ഫീൽഡ് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹാൻഡ് പ്രൊട്ടക്ഷൻ്റെ വശം, ഹാൻഡ് ഗാർഡ്. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് കാണും. അത് നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോഴാണെങ്കിലും കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കൈ വരുന്നത്. അപ്പോൾ ഈ തണുത്ത സന്ദർഭങ്ങളിൽ ഓടിക്കുന്ന സമയത്താണെങ്കിലും കയ്യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തണുത്ത കയറടിക്കാത്തതുകൊണ്ട് അത് ഒരു സുഖമായിരിക്കും. മാത്രമല്ല എന്തെങ്കിലും ഒരു ക്രാഷ് വന്നാലും ഫസ്റ്റ് ഇതും മേടിച്ചിട്ടേ ബാക്കി കയ്യിലേക്ക് വരുള്ളൂ എന്നുള്ളതൊരു സേഫ്റ്റിയുടെ വശമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ച് സെറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, എൻജിൻ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ്, അതേപോലെ തന്നെ പവർ സ്വിച്ച് എന്നിവയാണ് ഈ സൈഡിൽ വരുന്നത്. പിന്നെ കീ സെറ്റ് നമ്മൾ പറഞ്ഞു ടാങ്കിലാണ് വരുന്നത്. മാസ്റ്റർ സിലിണ്ടർ നമുക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ മീറ്റർ ഓൺ ആക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാർബൺ ഫൈബർ ടച്ചും ഹോണറ്റ് ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീറ്റർ ഹോണറ്റിൽ വന്ന അതേ മീറ്റർ തന്നെയാണ്. രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈനും, ഈ വശത്തായിട്ട് RPM മീറ്റർ, സ്പീഡ്, ക്ലോക്ക്, ടോട്ടൽ കിലോമീറ്റർ, ഫ്യൂവല്, അതേപോലെ ഗിയർ പൊസിഷൻ, വാർണിംഗ് സെഷൻ അടിയിലാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, ഹെഡ്ലൈറ്റിൻ്റെ വാർണിംഗ്, ABSൻ്റെ വാർണിംഗ്, ന്യൂട്രൽ വാർണിംഗ്, FIയുടെ വാർണിംഗ്. ഇതാണ് മോഡും അഡ്ജസ്റ്റ് സ്വിച്ച്. അപ്പോൾ സ്വിച്ച് അമർത്തുമ്പോൾ ട്രിപ്പ് A ഉണ്ടായിരുന്നു, ട്രിപ്പ് B കാണാം, ബാറ്ററിയുടെ വോൾട്ടേജ് കാണാം, അതുപോലെ തന്നെ കിലോമീറ്റർ. ഇതിപ്പോൾ ആക്ച്വലി ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 കിലോമീറ്റർ, 1 കിലോമീറ്റർ പോലും നമ്മുടെ ഷോറൂമിൽ ഇത് ഓടി വന്നിട്ടില്ല. അപ്പോൾ അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു മീറ്റർ വൈസുള്ള കാര്യങ്ങൾ. എനിക്ക് മീറ്ററിൽ കുറച്ച് നെഗറ്റീവായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വളരെ കുറവാണ്. ഇനി എത്ര കിലോമീറ്റർ ഓടുന്നോ അങ്ങനത്തെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആവറേജ് കിട്ടുന്ന മൈലേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ലേ, ഈ രീതിയിലാണ് അത് ഓഫ് ആവുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു വഴിയുടെ ഓവറോളായിട്ട് നടന്നിട്ടും എനിക്ക് വണ്ടീനെ കുറിച്ച് ഓവറോളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് വരണം. വണ്ടിക്ക് 12 ലിറ്റർ ടാങ്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 167 mm ആണ്. ഇനി എഞ്ചിൻ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 200 അല്ലെങ്കിൽ CB 200X എന്ന് പറയുമെങ്കിലും ഇതിൽ ഹോണ്ടയിൽ വന്നിട്ടുള്ള 184 cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ ആണ്, എയർ കൂൾഡ് എഞ്ചിനാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. പവർ ഫിഗേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12.7 PS പവർ 8500 RPM-ലും 15.9 Nm ടോർക്ക് 6000 RPM-ലാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവുകൾക്കും അല്ലെങ്കിൽ മിഡ് റേഞ്ചിലുള്ള ടോർക്ക് ഡെലിവറി ഒക്കെ വണ്ടിയുടെ അടിപൊളിയാണ്. വണ്ടിക്ക് ടോട്ടലായിട്ട് 142 കിലോ ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ ആയിട്ടുള്ള വണ്ടിയുടെ ഒരു വോക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് സ്ലിപ്പർ ക്ലച്ച് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. പുതിയതായിട്ട് ആഡ് ഓൺ ആയ ഫീച്ചർ എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതേപോലെ ഇനി ഓവറോളായിട്ട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത്, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ത്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വണ്ടി അടിപൊളിയാണ്, സീറ്റിംഗ് പോസ്റ്റർ അടിപൊളിയാണ്. രണ്ടാമത് ഇതിൻ്റെ USD ഫോക്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മാത്രമല്ല ഒരു റിച്ച് ഒരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഷ്ടാവാത്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ പ്രൈസിങ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മീറ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് കുറവാണ്. എസ്പെഷ്യലി ഫ്യൂവൽ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വണ്ടികളൊക്കെ കൊടുക്കുമ്പോൾ ഈ വണ്ടിയിൽ ബേസിക് ആയിട്ട് നിലനിർത്തി എന്നുള്ളതും ഈ പ്രൈസിന് അത് വർത്താണോ എന്നുള്ളതും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വണ്ടിനെ കുറിച്ച് ഇഷ്ടമായതും ഇഷ്ടമാവാത്ത കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല വണ്ടിയുടെ വെയിറ്റ് അത്ര
കുറവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു 150cc വണ്ടിക്ക് എഞ്ചിന് സുഖമായിട്ട് വലിക്കാവുന്ന ഒരു വെയിറ്റ് ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ച് പെർഫോമൻസ് ഒക്കെ വളരെ അടിപൊളിയാണ്. ബ്രേക്ക് പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ ABS വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബ്രേക്ക് അല്ല, അതായത് ജസ്റ്റ് ഫിംഗറിൽ തൊടുമ്പോൾ തന്നെ ബൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അത്രയും കോൺഫിഡൻസ് വരുന്ന ഒരു ബൈറ്റ് ഒന്നും ഇല്ല ഫ്രണ്ടിൽ. കുറച്ച് സ്പോഞ്ചിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, പാനിക് ബ്രേക്കിങ്ങിലൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഫുള്ള് കളയുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ഒന്നുമില്ല. പിന്നെ USD ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടൂറർ ബൈക്സിന് അത്യാവശ്യം സസ്പെൻഷൻ ട്രാവൽ ഉണ്ടാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള വണ്ടിയാണെന്ന് ഉള്ള രീതിയിൽ ഇറക്കുമ്പോൾ ഈ വണ്ടി കുണ്ടും കുഴി കൂടെയും പാച്ചി കൂടെയും മലകൾ കയറാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സസ്പെൻഷൻ ഇതിലേക്ക് ഹോണറ്റിലെ സാധനം അതേപോലെ ഷോയുടെ സസ്പെൻഷൻ കൊണ്ടുവച്ചപ്പോൾ സസ്പെൻഷൻ്റെ ട്രാവലിംഗ് കൂട്ടിയില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള വണ്ടി ആയതുകൊണ്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ തോട്ട് ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വണ്ടി ഓടിച്ചിട്ട് സ്ലിപ്പർ ക്ലച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എഞ്ചിൻ്റെ പെർഫോമൻസ്, കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് ഇംപ്രഷൻ പോലെ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 200Xൽ ഒന്ന് കയറിയിരിക്കാം. അപ്പോൾ 5.4 ഹൈറ്റിൽ എനിക്ക് കയറിയിരിക്കുന്ന സമയത്ത് പ്ലാന്റഡ് ഫൂട്ടല്ല, ഉപ്പൂറ്റി പൊന്തിയിരിക്കുന്നത്. പക്ഷെ എന്നാലും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ഇൻ്റർഫേസ് നോക്കുമ്പോൾ നമ്മളൊരു അഡ്വഞ്ചർ വണ്ടി ഓടിക്കുന്നതെന്നുള്ള എല്ലാ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ വിൻഷീൽഡ്, അത്യാവശ്യം നമ്മുടെ നെഞ്ചിൻ്റെ ലെവലിൽ വരുന്നൊരു വിൻഷീൽഡ് വരുന്നുണ്ട്. മിറേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലൊക്കേഷനൊക്കെയാണ്. പക്ഷേ വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു പോർഷൻ വരെയും കട്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വശം വരെയും നമുക്ക് വ്യൂ കട്ടാവുന്നുണ്ട്. മീറ്റർ ഓൺ ആക്കുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സമയമാണ്. എന്നിരുന്നാൽ പോലും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കാണാനായിട്ട്, നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. വണ്ടി ഇനി നമുക്ക് ഓണാക്കാം. സിംഗിൾ ടാപ്പ് സ്വിച്ച് ഓണല്ല. അപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കാം. ക്ലച്ചിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കേസാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് ഒട്ടും ബലം കൊടുക്കേണ്ട ക്ലച്ച് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ. സസ്പെൻഷൻ ഈ പറഞ്ഞ പോലെ ഹാർഡർ സൈഡാണ്. മോണോ സസ്പെൻഷൻ, ബാക്ക് ചെയ്ത സസ്പെൻഷൻ്റെ കാര്യം പറയുവാണെങ്കിലും അങ്ങനെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഫീലാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ റബ്ബറൈസ് റോഡിലേക്ക് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ നേരെ മാറും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും വണ്ടി. അതേപോലെ തന്നെ നല്ല ഹൈറ്റിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സീറ്റിംഗ് പോസ്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ട കേസ് ഇത്രയും ബെൻഡായിട്ട് വരുന്ന രീതിയിലാണ് സീറ്റിംഗ് പോസ്ചർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടുവൊക്കെ നിവർത്തി ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗാണ് വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയിലെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇതിന് മുന്നത്തെ വേർഷനായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ലിപ്പർ ക്ലച്ച് എന്താണെന്നുള്ളത് പറഞ്ഞാൽ ക്ലച്ച് പിടിക്കാണ്ട് ഗിയർ മാറ്റുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഹൈ സ്പീഡിൽ ഇപ്പോൾ ഒരു 5ാമത്തെ ഗിയറിൽ ഒരു 80 പോകുന്നു, നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കുറച്ചുകൂടെ പവർ വേണമെന്നുള്ളൊരു ആഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിക്കൊരു കുത്തലും അതേപോലെ തന്നെ നല്ല വേഗത്തിലാണ് നമ്മൾ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിലത്തെ വീല് സ്ലിപ്പായിട്ട് നമ്മൾ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സേഫ്റ്റിയുടെ പ്രശ്നത്തിനെ കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 4th പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കൈ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഡൗൺ ചെയ്തിട്ട് ഇപ്പോൾ 3ഡിലാണ് വണ്ടി. പക്ഷേ ആ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചറാണ് ഇതിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാ ബ്രേക്കിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ABS വരുന്നുണ്ട്, കംഫർട്ടബിളാണ്. ട്രാഫിക് കൂടെ എടുത്തിട്ട് പോകാനാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിലുള്ള എല്ലാ കൺട്രോൾ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സീറ്റിംഗ് പോസ്ചർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കുറച്ചൊരു ഹാർഡർ സൈഡ് ആയതുകൊണ്ട് കുറച്ച് അധികം നേരം ഇരുന്ന് കഴിയുമ്പോൾ ചൂട് ഫീൽ ചെയ്യാനും അതേപോലെ തന്നെ പെയിൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. ഹോണറ്റിൽ എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ സീറ്റ് പോസ്ചറിൻ്റെ ഗുണമാണോന്ന് അറിയില്ല. ഹോണറ്റ് ഇത്രയും നേരം ഓടിച്ചപ്പോഴേക്ക് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തത് ഈ വണ്ടിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ 180cc ഉള്ളൂ, എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഹീറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ട്രാഫിക്കിൽ നിർത്തുമ്പോഴും നമുക്ക് വലിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല, ഹീറ്റും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിറ്റി റൈഡ് ഓടിക്കാനും ഈ ഒരു പോസ്ചർ വേണ്ടവർക്കും സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി മാനേജ് ചെയ്യാവുന്നതും ഒക്കെ ഉള്ളൂ. പിന്നെ ഈ വണ്ടി മെയിൻ്റനൻസും അത്ര വലിയ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് 180cc ഉള്ളൂ. ഇപ്പോൾ ഒരു സർവീസിനൊക്കെ എങ്ങനെ പോയാലും കൂടുന്നൊരു 1400 രൂപ ആ റേഞ്ചിലൊക്കെ തന്നെ വരാനും സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് റേഞ്ച് ഒരു 180cc വേണം, അത്യാവശ്യം മൈലേജ് വേണം, ഈ ഒരു സീറ്റിംഗ് പോസ്ചർ വേണം, അതാണ് പ്രധാനം. വേണ്ടവർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രൈസിങ് ഹോണ്ട ആയതുകൊണ്ട് കുറച്ചൊരു ഹയർ സൈഡിലേക്ക് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിക്കോളൂ. നമുക്കപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് നമുക്കൊന്ന് U-ടേൺ എടുത്ത് നോക്കാം. അപ്പോൾ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ U-ടേൺ എടുക്കുകയാണ്. കണ്ടില്ലേ, പക്ഷേ നല്ല രീതിയിൽ വണ്ടി വളഞ്ഞു പോരുന്നുണ്ട്. പവർ ഡെലിവറി കൈ കൊടുക്കുമ്പോൾ പോകുന്ന നോക്കൂ.
കണ്ടേ ഞാൻ അത്യാവശ്യം ഗ്രാജുവലി കൊടുത്തേ, നല്ല രീതിയിൽ റിവ് ചെയ്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഒരു സിറ്റി റൈഡിനൊക്കെ വേണ്ട പവർ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈവേ ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ മടുപ്പിക്കാത്ത ഒരു പെർഫോമൻസ് തന്നെ വണ്ടി തരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു 200X എടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈഡിങ് പോസ്റ്ററിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വിത്ത് ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ, അത് എനിക്ക് തോന്നുന്നു കമ്പനി പ്രൊവൈഡഡ് അല്ല, പുറത്തുനിന്നുള്ള മറ്റേ സന പോലത്തുള്ള കമ്പനികളുടെയാണ് തോന്നുന്നു വച്ചിട്ട് എന്തൊരു അടിപൊളി ലുക്കായിരുന്നു വണ്ടിക്ക്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ലുക്കും ഒരു എന്താ പറയുക ഒരു കിടലിന് സീറ്റിംഗ് പോസ്റ്റർ, ഒരു അപ്രൈറ്റുള്ള സീറ്റിംഗ് പോസ്റ്റർ കാര്യങ്ങളൊക്കെ വേണ്ടവരാണ് ഈ വണ്ടിയിലേക്ക് ശരിക്കും പോകേണ്ടത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സിറ്റി കിടന്ന് ഓടിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഏകദേശം നമുക്ക് കൈ കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ക്രൂസ് ചെയ്ത് പോകാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മൾ 200X എന്ന് പറയുന്നത്. ഇതായിരുന്നു 200Xൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഈ വണ്ടിയിൽ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ച് ആണ്. അപ്പോൾ ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ എന്താണ് ഉപയോഗമെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി അടുത്തൊരു വണ്ടിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.